നമസ്കാരം. മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സില ദിലീപ്. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. പിടിക്കപ്പറമ്പ് ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ ദക്ഷയാഗം കഥകളി അരങ്ങേറി. ന്യൂഡൽഹി ഇന്റർനാഷണൽ സെന്റർ ഫോർ കഥകളിയിലെ പാർവതി നാരായണനാണ് കഥകളി സമർപ്പിച്ചത്. ഊരകത്ത് ഹോട്ടലിലേക്ക് കാർ ഇടിച്ചു കയറി അപകടം. ഊരകം ശ്രീ വിനായക ഹോട്ടലിലേക്കാണ് കാർ ഇടിച്ചു കയറിയത്. ഊരകത്തമ്മ തിരുവടി ക്ഷേത്രത്തിൽ തൃക്കാർത്തിക മഹോത്സവത്തിനോടനുബന്ധിച്ച് കൈകൊട്ടിക്കളി അരങ്ങേറി. തുടർന്ന് തൃക്കാർത്തിക പ്രസാദ ഊട്ടിനുള്ള വിഭവ സമർപ്പണം നടന്നു. ദേവസ്വം ഓഫീസർ ബിജു വാസുദേവൻ ആദ്യ സമർപ്പണം നടത്തി. വാർത്തകൾ വിശദമായി. പിടിക്കപ്പറമ്പ് ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ ദക്ഷയാഗം കഥകളി അരങ്ങേറി. ന്യൂഡൽഹി ഇന്റർനാഷണൽ സെന്റർ ഫോർ കഥകളിയിലെ പാർവതി നാരായണനാണ് കഥകളി സമർപ്പിച്ചത്. ദക്ഷയാഗം കഥകളിയിൽ ദക്ഷനായി തിരുവട്ടാർ ജഗദീശനും വീരഭദ്രനായി കലാഭാരതി കല്യാണകൃഷ്ണനും ഭദ്രകാളിയായി കലാമണ്ഡലം വിവേകും സതിയായി ശൈലജ കുമാർ, ഇന്ദ്രനായി കലാമണ്ഡലം അഭിഷേകും ശിവനായി പാർവതി നാരായണൻ എന്നിവരും വേഷമിട്ടു. കഥകളിക്ക് മുന്നോടിയായി നടന്ന ചടങ്ങിൽ ക്ഷേത്രം തന്ത്രി തെക്കേടത്ത് പെരുമടപ്പ് ദാമോദരൻ നമ്പൂതിരി, ക്ഷേത്രം ഊരാളൻ ഉടശങ്കർ നമ്പൂതിരി എന്നിവർ ചേർന്ന ഭദ്രദീപം തെളിയിച്ചു. ദേവസ്വം ഓഫീസർ അനിൽകുമാർ, ഉപദേശക സമിതി പ്രസിഡന്റ് നന്ദകുമാർ മൂർക്കത്ത്, ഉപദേശക സമിതി സെക്രട്ടറി മനോജ് കടവിൽ, സെൻട്രൽ കമ്മിറ്റി മുൻ പ്രസിഡന്റ് രാജീവ് മേനോൻ, പിഷാരിക്കൽ ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് സി മുരാരി എന്നിവർ സംസാരിച്ചു. തുടർന്ന് കലാകാരന്മാരെ ക്ഷേത്രം ഉപദേശക സമിതി ആദരിച്ചു. ഊരകത്ത് ഹോട്ടലിലേക്ക് കാർ ഇടിച്ചു കയറി അപകടം. ഊരകം ശ്രീ വിനായക ഹോട്ടലിലേക്കാണ് കാർ ഇടിച്ചു കയറിയത്. ബുധനാഴ്ച രാവിലെ 9:30 സംഭവം. ഹോട്ടലിലേക്ക് എത്തിയ കാർ നിയന്ത്രണം വിട്ട് ഫ്രണ്ട് ഓഫീസിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. മുൻവാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങുകയായിരുന്ന ഗ്യാസ് ഏജൻസി ജീവനക്കാരൻ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. ഇയാളെ ഇടിച്ചിട്ടാണ് കാർ റിസപ്ഷൻ ഏരിയയിലേക്ക് കയറിയത്. IAC office. ഊരകത്തമ്മ തിരുവടി ക്ഷേത്രത്തിൽ തൃക്കാർത്തിക മഹോത്സവത്തിനോടനുബന്ധിച്ച് കൈകൊട്ടിക്കളി അരങ്ങേറി. തുടർന്ന് തൃക്കാർത്തിക പ്രസാദ ഊട്ടിനുള്ള വിഭവ സമർപ്പണം നടന്നു. ദേവസ്വം ഓഫീസർ ബിജു വാസുദേവൻ ആദ്യ സമർപ്പണം നടത്തി. ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് VG ഉഷ, സെക്രട്ടറി AK സതീശൻ, മറ്റു സമിതി അംഗങ്ങൾ, ഭക്തജനങ്ങൾ, ക്ഷേത്ര ജീവനക്കാരും ചേർന്ന് സമർപ്പിച്ചു. ഈ വർഷത്തെ തൃക്കാർത്തിക മഹോത്സവത്തോടനുബന്ധിച്ചുള്ള വിഭവ സമർപ്പണമാണ് ഇവിടെ നടന്നത്. ദേവസ്വം ഓഫീസർ സിജു വാസുദേവൻ സാറാണ് വിഭവ സമർപ്പണം ഇവിടെ നടത്തിയത്. ഈ നാട്ടിലെ എല്ലാ ഭക്തജനങ്ങളും ഇതിൽ പങ്കെടുത്തു ഈ സമർപ്പണം അതിഗംഭീരമായി വിജയിപ്പിച്ചത് ഭക്തജനങ്ങളോടും സാറിനോടും ഉപദേശക സമിതിയുടെ സെക്രട്ടറി നിലയ്ക്ക് എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. ചേർപ്പ്
ബ്ലോക്ക് പഞ്ചായത്തിന്റെയും ICDSന്റെയും സംയുക്താഭിമുഖ്യത്തിൽ മനുഷ്യാവകാശ ദിനത്തിൽ ബോധവൽക്കരണ ക്ലാസ് നടത്തി. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ ഹസീന അക്ബർ അധ്യക്ഷത വഹിച്ചു. ആത്മ ഫൗണ്ടേഷനിലെ ലീഗൽ കൌൺസിലർ അഡ്വക്കേറ്റ് TD ഗായത്രി, ആത്മ ഫൗണ്ടേഷൻ ഫാമിലി കൌൺസിലർ മസ്ലിഹ എന്നിവർ ക്ലാസ് എടുത്തു. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഗീത, ചേർപ്പ് ശിശു വികസന പദ്ധതി ഓഫീസർ ശ്രീവിദ്യ S. മാരാർ, ICDS സൂപ്പർവൈസർ ഷമീന എന്നിവർ സംസാരിച്ചു. സ്ത്രീകൾ കുടുംബങ്ങളിലും തൊഴിലിടങ്ങളിലും പൊതു ഇടങ്ങളിലും നേരിടേണ്ടി വരുന്ന അക്രമങ്ങൾക്കും അസമത്വങ്ങൾക്കുമെതിരെ പൊതുജനങ്ങളെ പ്രത്യേകിച്ച് സ്ത്രീകളെ ബോധവതികളാക്കുക എന്ന ലക്ഷ്യത്തോടെ ലോകമെമ്പാടും നവംബർ 25 മുതൽ ഡിസംബർ 10 വരെ നീണ്ടുനിൽക്കുന്ന ഓറഞ്ച് ദ വേൾഡ് ക്യാമ്പയിൻ നടത്തിവരുന്നത്. അവണിശ്ശേരി നാങ്കുളം കരിപ്പൂക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ തൃക്കാർത്തിക മഹോത്സവത്തോടനുബന്ധിച്ച് ഇരട്ടക്കുടം പൊങ്കാല 13-ന് ആഘോഷിക്കും. 13 വരെയാണ് തൃക്കാർത്തിക മഹോത്സവാഘോഷങ്ങൾ. 5-ാം ദിവസമായ ബുധനാഴ്ച രാവിലെ നട തുറപ്പിനും ഗണപതി ഹോമത്തിനു ശേഷം ഇരട്ടക്കുടം വഴിപാട് നടന്നു. വൈകിട്ട് ദീപാരാധനയും ചുറ്റുവിളക്കും ഉണ്ടായിരുന്നു. രാത്രി ക്ഷേത്ര കലാവേദി ചേനത്തിന്റെ നേതൃത്വത്തിൽ മോഡേൺ കൈകൊട്ടുകളിയും നടന്നു. 6-ാം ദിവസമായ വ്യാഴാഴ്ച പുലർച്ചെ 5-ന് നട തുറപ്പ്, തുടർന്ന് ഗണപതി ഹോമം, 9 മണിക്ക് ഇരട്ടക്കുടം വഴിപാട്, വൈകിട്ട് 6:30-ന് ദീപാരാധന, ചുറ്റുവിളക്ക്, രാത്രി 7-ന് പ്രഭാഷണം എന്നിവ നടക്കും. രാജേഷ് നാദാപുരം പ്രഭാഷകനാണ്. 7-ാം ദിവസമായ വെള്ളിയാഴ്ച നടതുറപ്പിനും ഗണപതി ഹോമത്തിനും ശേഷം ഉഷപൂജ, നവകപൂജ, നവകാഭിഷേകം എന്നിവയും രാവിലെ 9-ന് ഇരട്ടക്കുടം വഴിപാടും നടക്കും. രാവിലെ 10-ന് ഇരട്ടക്കുടം പൊങ്കാല അഗ്നിജ്വലനം നടക്കും. 11:30-ന് തൃക്കാർത്തിക ഊട്ട് നടക്കും. വൈകിട്ട് 4-ന് നടതുറപ്പ്, തുടർന്ന് ലക്ഷം ദീപം തൃക്കാർത്തിക വിളക്ക് തെളിയിക്കും. വൈകിട്ട് 6:30-ന് ദീപാരാധനയും രാത്രി 7-ന് സമൂഹ ലളിതാ സഹസ്രനാമജപവും രാത്രി 7:30-ന് അത്താഴ പൂജയും നടക്കും. മറ്റന്നാളാണ് നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന തൃക്കാർത്തിക മഹോത്സവത്തിൻ്റെ പ്രധാന ദിവസമായ ദേവിയുടെ പിറന്നാൾ സുദിനമാണ്. അന്ന് കാലത്ത് നടതുറപ്പ്, നവകാഭിഷേകം, ഇരട്ടക്കുടം വഴിപാട്, അതിനുശേഷം സ്ത്രീകളുടെ സാന്നിധ്യത്തോടെ ഇരട്ടക്കുടം പൊങ്കാല നടത്തുന്നു. വൈകിട്ട് ലക്ഷദീപം, അതിനുശേഷം അത്താഴപ്പൂജയ്ക്ക് ശേഷം കൊടിയിറങ്ങി ഇക്കൊല്ലത്തെ തൃക്കാർത്തിക മഹോത്സവത്തിന് പരിസമാപ്തി കുറിക്കുന്നു. അവണിശ്ശേരി നാങ്കുളം കരിപ്പൂക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ 2024 തൃക്കാർത്തിക മഹോത്സവമാണ്. 7-ാം തീയതി കൊടി കയറി. അതിനുശേഷം എല്ലാ ദിവസങ്ങളിലും സ്റ്റേജ് പ്രോഗ്രാമുകളും അതുപോലെ തന്നെ മഹത്തായ നമ്മുടെ ദേവിയുടെ സ്വന്തം കൈകളാൽ ദേവിക്ക് നിവേദ്യം അർപ്പിക്കുന്ന ചടങ്ങ് 13-ാം തീയതി വെള്ളിയാഴ്ചയാണ്. രാവിലെ 10 മണിക്ക് തുടക്കം കുറിച്ച് 11 മണി വരെ സമയത്താണ് അത് അവസാനിക്കുന്നത്. അതിനുശേഷം അന്നദാനം, അന്ന് വൈകിട്ട് ലക്ഷദീപം. അനവധി ആളുകൾ പുറമേ നിന്ന് പോലും ഇവിടെ ഇതിൽ പങ്കുചേരാൻ എത്താറുണ്ട്. അതുപോലെ തന്നെ കേരളത്തിൽ തന്നെ ഒരു ക്ഷേത്രത്തിലും ഇല്ലാത്തൊരു വഴിപാടാണ് ഭഗവതിയുടെ ഇഷ്ട വഴിപാടായ ഇരട്ടക്കുടം വഴിപാട്. അത് നടത്തണമെങ്കിൽ മുൻകൂട്ടി ക്ഷേത്രത്തിൻ്റെ അധികാരികളെ അറിയിക്കുകയും അതിന് പ്രത്യേകം ഡേറ്റ് വാങ്ങുകയും ചെയ്യേണ്ടതാണ്. നാട്ടിക ഗ്രാമപഞ്ചായത്ത് 9-ാം വാർഡിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥി P. വിനു 115 വോട്ട് ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. LDFന്റെ സിറ്റിംഗ് സീറ്റാണ് UDF പിടിച്ചെടുത്തത്. ഇതോടെ പഞ്ചായത്ത് ഭരണം LDFന് നഷ്ടമായേക്കാം. പോൾ ചെയ്ത 1107 വോട്ടിൽ UDF 525, LDF 410, NDA 172 വോട്ടുകൾ നേടി. കഴിഞ്ഞ തവണ LDF 260 വോട്ടിന്റെ ഭൂരിപക്ഷം നേടി വിജയിച്ച വാർഡാണിത്. 14-അംഗ ഭരണസമിതിയിൽ UDF 6, LDF 5, NDA 3 എന്നിങ്ങനെയാണ് ഇപ്പോഴത്തെ കക്ഷിനില. ഇതോടെ LDFന് ഭരണം നഷ്ടമായേക്കും. വാർഡ് മെമ്പറായിരുന്ന KB ഷൺമുഖന്റെ നിര്യാണത്തെ തുടർന്നാണ് ഉപതെരഞ്ഞെടുപ്പ് വേണ്ടിവന്നത്. ഒമ്പതാം വാർഡിലെ എൻ്റെ സഹോദരങ്ങളോട് എനിക്ക് തീർത്താൽ തീരാത്ത കടപ്പാടും നന്ദിയാണ്. അവരെന്നെ തക്ക സമയത്ത് ഞാൻ അവർക്ക് ചെയ്തു കൊടുത്ത എല്ലാ പ്രവർത്തനങ്ങൾക്കുള്ള പ്രതിഫലം അവർക്ക് രാഷ്ട്രീയം നോക്കാതെ തന്നതിൽ വളരെയധികം നന്ദിയും സന്തോഷവും അറിയിക്കുന്നു. വാടാനപ്പള്ളിയിൽ തെരുവ് നായ ഓടിച്ചിട്ടതിനെ തുടർന്ന് സൈക്കിളിൽ നിന്ന് വീണ് വിദ്യാർത്ഥിക്ക് ഗുരുതര പരിക്ക്.
വാടാനപ്പള്ളി 15-ാം വാർഡ് ഫ്രണ്ട്സ് റോഡിന് സമീപം താമസിക്കുന്ന അമ്പലത്ത് വീട്ടിൽ സഗീറിന്റെ മകൻ അദ്നാനാണ് പരിക്കേറ്റത്. സാരമായി പരിക്കേറ്റ അദ്നാനെ തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്ന് രാവിലെ 6:45 ഫ്രണ്ട്സ് റോഡിൽ വെച്ചായിരുന്നു സംഭവം. വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങാൻ സൈക്കിളിൽ കടയിൽ പോകുന്നതിനിടെ തെരുവ് നായ്ക്കൾ ഓടിച്ചിടുകയായിരുന്നു. പ്രദേശത്ത് തെരുവ് നായ്ശല്യം രൂക്ഷമാണെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. പൂരം ആന എഴുന്നള്ളിപ്പ് പ്രതിസന്ധികൾക്കെതിരെ പ്രതിഷേധയാത്രയും പൂരം ചിത്ര പ്രദർശനവും തത്സമയ ചിത്രരചനയും സംഘടിപ്പിക്കുന്നു. പിടിക്കപ്പറമ്പ് ശ്രീ മഹാദേവ ക്ഷേത്രം മുതൽ ചാത്തകുളം ശ്രീ ധർമ്മശാസ്ത ക്ഷേത്രം വരെയാണ് യാത്ര നടക്കുക. ചാത്തക്കുളം ശ്രീ ധർമ്മശാസ്ത ക്ഷേത്രം, പിടിക്കപ്പറമ്പ് ശ്രീ മഹാദേവ ക്ഷേത്രം, കടലാശ്ശേരി പിഷാരിക്കൽ ഭഗവതി ക്ഷേത്രം, വല്ലച്ചിറ ഭഗവാൻ ഭഗവതി ക്ഷേത്രങ്ങളിലെ പൂരാസ്വാദകരുടെയും ഭക്തരുടെയും സംയുക്താഭിമുഖ്യത്തിലാണ് പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. തുടർന്ന് വൈകിട്ട് 5-ന് ചാത്തക്കുളം ക്ഷേത്രനടയിൽ പ്രത്യേകം തയ്യാറാക്കിയ ക്യാൻവാസിൽ 25-ൽ പരം കലാകാരന്മാർ ഒരുക്കുന്ന പൂരം ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട തത്സമയ ചിത്രരചനയും പോസ്റ്റർ നിർമ്മാണവും നടക്കും. പെരുവനം, ആറാട്ടുപുഴ പൂരങ്ങളിലെ വ്യത്യസ്ത ചടങ്ങുകളുടെ 25-ൽ പരം ചിത്രങ്ങൾ ചിത്ര പ്രദർശനത്തിൽ ഉൾപ്പെടുത്തുമെന്നും സംഘാടകർ അറിയിച്ചു. ഒല്ലൂർ പനംകുറ്റിച്ചിറ സഹകരണ സ്റ്റോർ വിദ്യാഭ്യാസ അവാർഡ് വിതരണവും സൗജന്യ മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചു. കെ രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. സംഘം പ്രസിഡന്റ് VG മജേഷ് അധ്യക്ഷനായി. CPIM അഞ്ചേരി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി KM രാധാകൃഷ്ണൻ, CPIM ഒല്ലൂർ ലോക്കൽ സെക്രട്ടറി KV ബിജു, ഭരണസമിതി അംഗങ്ങളായ KK രാജൻ, തോമസ് കാളിയങ്കര എന്നിവർ സംസാരിച്ചു. കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ KSTA 34-ാം തൃശൂർ ജില്ലാ സമ്മേളനത്തിന് മുന്നോടിയായി ജില്ലാ സമ്മേളന സംഘാടക സമിതി രൂപീകരണ യോഗം നടന്നു. മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PK ഡേവിസ് ഉദ്ഘാടനം ചെയ്തു. അധ്യാപക സംഘടനയുടെ സമ്മേളനം നടക്കുമ്പോൾ ഇത് നടക്കുന്ന കാലത്ത് ഈ കാലഘട്ടത്തിൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് വളരെ 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 സങ്കീർണമായ ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് ഇന്ത്യക്കകത്തും കേരളത്തിലും ലോകത്തും നിലനിൽക്കുന്നത്. വലിയ പ്രചരണം നമ്മുടെ രാജ്യത്ത് നടക്കുന്നത് പുരോഗമന പ്രസ്ഥാനങ്ങൾ വോട്ടിന് വേണ്ടി മതന്യൂനപക്ഷ വർഗീയതയെ പ്രോത്സാഹിപ്പിക്കും എന്നൊരു പ്രചരണം. KSTA ജില്ലാ പ്രസിഡന്റ് ഡെന്നി K ഡേവിഡ് അധ്യക്ഷത വഹിച്ചു. CPM ചെയർപേരിയ സെക്രട്ടറി AS ദിനകരൻ, ചാഴൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KS മോഹൻദാസ്, സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം CA നസീർ, മുൻ KSTA സംസ്ഥാന ട്രഷറർ TV മദനമോഹനൻ, CPM പെരിങ്ങോട്ടുകര ലോക്കൽ സെക്രട്ടറി സിബിൻ C ബാബു, CPM ചെയർപേരിയ കമ്മിറ്റി അംഗം KR പ്രജിത്ത, KSTA മുൻ ജില്ലാ സെക്രട്ടറിമാരായ ജെയിംസ് പോൾ V കല, സംസ്ഥാന മുൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം VA കരീം, KSTA ജില്ലാ സെക്രട്ടറി K പ്രമോദ്, ജനറൽ കൺവീനർ VU പ്രവീൺ എന്നിവർ സംസാരിച്ചു. കിഡ്നി ദാനം ചെയ്ത ചാഴൂർ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ഷൈജു സായ്റാമിനെ കോൺഗ്രസ് ചേർപ്പ് ബ്ലോക്ക് കമ്മിറ്റി ആദരിച്ചു. മുൻ DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ ആദരവ് കൈമാറി. കിഡ്നി ട്രാൻസ്പ്ലാന്റേഷന് വേണ്ടിയിട്ട് ഒരു പരിചയമില്ലാത്ത ഒരാൾ കടന്നു വരികയും സാമ്പത്തിക സഹായം വേണമെന്ന് പറഞ്ഞപ്പോൾ സാമ്പത്തിക സഹായം കൊടുക്കാൻ തയ്യാറുള്ള ഷൈജു അതിൻ്റെ വിശദാംശങ്ങൾ ചോദിച്ചറിഞ്ഞപ്പോൾ ഒരു കിഡ്നി തന്നെ ദാനം ചെയ്യാനുള്ള മനസ്സ് കാണിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഒരു പരിചയമില്ലാത്ത ഒരാൾക്ക് തൻ്റെ സ്വന്തം കിഡ്നി ദാനം ചെയ്യാനുള്ള വലിയ മനസ്സുണ്ടാകുക എന്ന് പറഞ്ഞാൽ നമ്മളിൽ എത്ര പേർക്ക് അത് സാധിക്കുമെന്ന കാര്യം നമ്മൾ പരിശോധിക്കണം. എന്തായാലും 2 വർഷം മുമ്പ് അങ്ങനെ ഒരു തീരുമാനം എടുക്കാനും ആ തീരുമാനം യാഥാർത്ഥ്യമാക്കി ഇപ്പോൾ സുമേഷ് എന്ന് പറഞ്ഞ ചെറുപ്പക്കാരനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ആവശ്യമായ വലിയൊരു പ്രവർത്തനമാണ് ഷൈജു കാഴ്ചവെച്ചത്. കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റ് എന്ന തലത്തിൽ സജീവമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുമ്പോൾ തന്നെ ഈ പ്രദേശങ്ങളിലെ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിലും സജീവമായി ശ്രദ്ധേയമായ പ്രവർത്തന പരിപാടികൾ ആവിഷ്കരിക്കുമ്പോൾ തന്നെ ഇതുപോലെയുള്ള വലിയ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്താനുള്ള മനസ്സുണ്ടാക്കുക എന്നുള്ളത് ചെറിയ കാര്യം.
ബ്ലോക്ക് പ്രസിഡന്റ് സിജോ ജോർജ്, മുൻ ബ്ലോക്ക് പ്രസിഡന്റ് കെ അശോകൻ, മണ്ഡലം പ്രസിഡന്റുമാരായ KR ചന്ദ്രൻ, പ്രിയൻ അവണിശ്ശേരി, K രാമചന്ദ്രൻ, ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമാരായ K നന്ദകുമാർ, അശോകൻ കോമത്തുകാട്ടിൽ, KR സിദ്ധാർത്ഥൻ, MM അബൂബക്കർ, പരമശിവൻ, സേതുമാധവൻ, ബ്ലോക്ക് ട്രഷറർ ജോർജ് വീരമ്പുള്ളി, ബ്ലോക്ക് ജനറൽ സെക്രട്ടറിമാരായ ടോമി പെല്ലിശ്ശേരി, പൈലി ആന്റണി, ജോഷി ആലപ്പാട്ട്, ബിജു പണിക്കശ്ശേരി, AD ജോണി എന്നിവർ പങ്കെടുത്തു. മാരക രോഗങ്ങൾ ബാധിച്ചും അപകടങ്ങൾ മൂലവും വീടിന്റെ 4 ചുമരുകൾക്കുള്ളിൽ ഒതുങ്ങിപ്പോയവർക്ക് പ്രത്യാശ നൽകി പാലിയേറ്റീവ് രോഗി സംഗമം. മുറികളിൽ ഒറ്റപ്പെട്ട് കഴിയുന്നവർ ചുരുങ്ങിയ സമയമെങ്കിലും സംഗമത്തെ ആഘോഷമാക്കി. ആര്യമ്പൂർ, മണലൂർ, അന്തിക്കാട്, താന്യം, ചാഴൂർ പഞ്ചായത്തുകളിൽ നിന്നുള്ള രോഗികളാണ് സംഗമത്തിൽ ബന്ധുക്കൾക്കൊപ്പം എത്തിയത്. പാട്ടും ആഘോഷവുമായി എല്ലാവരും ആഘോഷിച്ചു. കട്ടിലുകളിൽ കിടന്നും വീൽചെയറിൽ ഇരുന്നും അവർ ആഘോഷ പരിപാടികൾ കൺകുളിർക്കെ കണ്ടു. പലർക്കും ഒന്നിലധികം പേരുടെ സഹായമില്ലാതെ പുറത്തേക്ക് സഞ്ചരിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലുള്ളവരാണ്. അതെല്ലാം മാറ്റിവെച്ച് അവർ ഒരിക്കൽ കൂടി സംഗമവേദിയിൽ മനം നിറഞ്ഞ് ആസ്വദിച്ചു. സംഗമത്തിൽ പങ്കെടുത്ത രോഗികൾക്ക് ഭക്ഷ്യധാന്യ കിറ്റുകൾ സമ്മാനിച്ചു. സാക്സഫോൺ, വയലിൻ, ഗാനാലാപനം എന്നിവയും പരിപാടിയുടെ ഭാഗമായി ഒരുക്കിയിരുന്നു. സംഗമത്തിന്റെ ഉദ്ഘാടനം രോഗികൾ തന്നെ നിലവിളക്ക് തെളിയിച്ച് നിർവഹിച്ചു. CC മുകുന്ദൻ MLA, അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ, കാരുണ്യ സെക്രട്ടറി ശ്രീമുരുകൻ അന്തിക്കാട്, പ്രസിഡന്റ് പാപ്പച്ചൻ ആന്റണി, പാലിയേറ്റീവ് കെയർ കൺവീനർ K രാജീവൻ, ഡോക്ടർ ദേവി അർജുന, വാർഡ് മെമ്പർമാർ തുടങ്ങിയവർ പങ്കെടുത്തു. സംഗമത്തിൽ കാരുണ്യയ്ക്ക് താങ്ങും തണലുമായി നിൽക്കുന്ന 100 കണക്കിന് പ്രദേശവാസികളും പങ്കെടുത്തു. കാരുണ്യ വെൽഫെയർ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റി വർഷം തോറും നടത്തിവരുന്ന സ്നേഹ കൂട്ടായ്മയാണ് സ്നേഹസ്പർശം 2024 ഈ വർഷം ഇവിടെ നടക്കുന്നത്. ഈ പ്രദേശത്തുള്ള ഒരുപാട് രോഗികളെ, തികച്ചും നിസ്സഹായരായ കിടപ്പ് രോഗികളെ മറ്റാർക്കും പുറത്ത് കൊണ്ടുവരാൻ കഴിയില്ല. അത്തരം രോഗികളെ വളണ്ടിയർമാരുടെ സഹായത്തോടു കൂടിയിട്ട് ഈ ഒരു വേദിയിൽ കൊണ്ടുവരികയും അവർക്ക് സന്തോഷം പകർന്നു നൽകുകയും ചെയ്യാമെന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ഉദ്ദേശം. ഈ നാട്ടിലെ ആബാലവൃദ്ധം ജനങ്ങളുടെയും സഹകരണത്തോടെയാണ് കാരുണ്യ വെൽഫെയർ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ഈ വർഷം ഞങ്ങൾക്ക് പുതിയതായിട്ടൊരു ഫിസിയോതെറാപ്പി സെൻറ്ററിൻ്റെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. അതിൻ്റെ കെട്ടിടത്തിൻ്റെ നിർമ്മാണം തുടങ്ങിക്കഴിഞ്ഞു. ഇനിയും പല CSR ഫണ്ട് വഴി പല പ്രൊജക്റ്റുകളും നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് കാരുണ്യ. ഞങ്ങളുടെ സേവനങ്ങൾ പൂർണ്ണമായും സൗജന്യമാണ്. ഒരു സേവനത്തിന് ഞങ്ങൾ ഒരു വിധത്തിലുള്ള പ്രതിഫലവും വാങ്ങാറില്ല. മീഡിയ 4 ചാനലിലെ ന്യൂസ് റീഡർ സന്ധ്യയുടെ പിതാവ് ചേനം കൊല്ലാശ്ശേരി സിദ്ധാർത്ഥൻ നിര്യാതനായി. 76 വയസ്സായിരുന്നു. സംസ്കാരം നാളെ രാവിലെ 11-ന് വീട്ടുവളപ്പിൽ. ബേബി ഗിരിജയാണ് ഭാര്യ. സിന്ധു, സന്ധ്യ, ബിനോയ് എന്നിവർ മക്കളും. ആനന്ദൻ, കണ്ണൻ, സുനിത എന്നിവർ മരുമക്കളുമാണ്. സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 7285 രൂപ, പവന് 58,280 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. വിടിക്കപ്പറമ്പ് ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ ദക്ഷയാഗം കഥകളി അരങ്ങേറി. ന്യൂഡൽഹി ഇന്റർനാഷണൽ സെന്റർ ഫോർ കഥകളിയിലെ പാർവതി നാരായണനാണ് കഥകളി സമർപ്പിച്ചത്. ഊരകത്ത് ഹോട്ടലിലേക്ക് കാർ ഇടിച്ചു കയറി അപകടം. ഊരകം ശ്രീ വിനായക ഹോട്ടലിലേക്കാണ് കാർ ഇടിച്ചു കയറിയത്. ഊരകത്തമ്മ തിരുവടി ക്ഷേത്രത്തിൽ തൃക്കാർത്തിക മഹോത്സവത്തിനോടനുബന്ധിച്ച് കൈകൊട്ടിക്കളി അരങ്ങേറി. തുടർന്ന് തൃക്കാർത്തിക പ്രസാദ ഊട്ടിനുള്ള വിഭവ സമർപ്പണം നടന്നു. ദേവസ്വം ഓഫീസർ ബിജു വാസുദേവൻ ആദ്യ സമർപ്പണം നടത്തി. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.